നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും കേട്ട ഒരു വാർത്തയാണ്. അഖില അശോകൻ എന്ന് വിളിക്കുന്ന, എന്നാൽ ജിഹാദികൾ മതം മാറ്റി കൊണ്ടുപോയതിനു ശേഷം, അതായത് ലവ് ജിഹാദിന് ശേഷം ഹാദിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മാതാവായിട്ടുള്ള പൊന്നമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ആ സ്ത്രീയൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട്. കാരണം തന്റെ പൊന്നു മകളെ ഇസ്ലാമിക ജിഹാദികൾ, മുസ്ലിം ഭീകര ജിഹാദികൾ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോയതിനു ശേഷം ആ അമ്മ പൂർണ്ണമായിട്ട് തളരുന്നതിന് ശേഷം ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ട്രീറ്റ്മെന്റിലായിരുന്നു. ആ ട്രീറ്റ്മെന്റിൽ ഈ മകളെ ഒന്ന് കാണാൻ വേണ്ടി മരണക്കിടക്കയിലായിട്ട് പോലും ഈ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് നിലവിളിച്ച് ഈ ഭർത്താവായിട്ടുള്ള അശോകനോട് പറഞ്ഞു, ഹാദിയയുടെ അതല്ലെങ്കിൽ അഖിലയുടെ അച്ഛനായിട്ടുള്ള അശോകനോട്. ആ അച്ഛൻ ഈ പറയുന്ന സ്ത്രീയെ അറിയിക്കുന്നു. ഈ സ്ത്രീ ലവ് ജിഹാദിൽ പെട്ട് ആദ്യം ഒരുത്തന അവരെ കല്യാണം കഴിക്കുന്നു, പിന്നീട് അവൻ ഇട്ടിട്ട് പോയി മറ്റൊരു രണ്ടാം കെട്ടുകാരൻ വീണ്ടും അവളെ വിവാഹം കഴിക്കുന്നു. ആ സ്ത്രീ ഇവർക്ക് കാമം തീർക്കാനുള്ള ഒരു ഭോഗവസ്തുവായി മാറി എന്ന് ആരെങ്കിലും പറഞ്ഞാലോ സംശയിച്ചാലോ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. ആ രീതിയിലേക്ക് ആ സ്ത്രീക്ക് ഇത് എത്രാമത്തെ ഭർത്താക്കന്മാരാവും ഇനി വരിക എന്നൊക്കെ സംശയിക്കുന്ന ആളുകൾക്ക് ഉത്തരം ആ സ്ത്രീ തന്നെ കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീ വിളിച്ച് ഈ അമ്മ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന് ഈ അച്ഛൻ പറഞ്ഞ സമയത്ത് ഹാദിയായി മാറിയ, ആ മുസ്ലിം സ്ത്രീയായി മാറിയ ആ പെണ്ണിന്റെ മനസ്സ് സമ്മതിച്ചില്ല. ആ മകളുടെ മനസ്സ് സമ്മതിച്ചില്ല. തന്റെ മതപഠനം കൊണ്ട് തന്റെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റിയ ആ മതവിഷം കൊണ്ട് ആ കുട്ടി സമ്മതിച്ചില്ല. അവസാനം ആ അച്ഛൻ ആ പെൺകുട്ടിയുടെ രണ്ടാം കെട്ട്, ഇപ്പൊ രണ്ടാം കെട്ടാണെന്നാണ് വിവരം പുറത്തു വരുന്നത്, ആ രണ്ടാം കെട്ടുകാരനായിട്ടുള്ള ജിഹാദിയെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു, എന്റെ ഭാര്യയെ, ആ കുട്ടിയുടെ അമ്മയെ ഒന്ന് കാണിക്കൂ. ആ അമ്മയ്ക്ക് മകളെ കണ്ട് മരണത്തെ പുൽകാനാണെന്ന് പറഞ്ഞിട്ടും ആ രണ്ടാം കെട്ടുകാരൻ ദുഷ്ടനായിട്ടുള്ള മുസ്ലിം ഭീകരവാദി ജിഹാദി പോപ്പുലർ ഫ്രണ്ട് SDP സുഡാപ്പി സമ്മതിച്ചില്ല, മദ്രസ പൊട്ടൻ സമ്മതിച്ചില്ല എന്ന വളരെ വേദനാജനകമുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെയാണ് മുസ്ലിമിലേക്കായാലും ക്രിസ്ത്യനിലേക്കായാലും മതം മാറിക്കഴിഞ്ഞാൽ എല്ലാം കണക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ കൃത്യമായിട്ട് പരിചയമുണ്ട് ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു ഫാമിലിയെ കുറിച്ച്. ആ ഫാമിലിയിൽ മതം മാറ്റപ്പെട്ട ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയുടെ അമ്മ മരിച്ച സമയത്ത് ആ അമ്മയുടെ മരണകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ഒരിറ്റു വെള്ളം കൊടുക്കാനോ അന്ത്യകർമ്മങ്ങളിൽ എന്തെങ്കിലും ചെയ്യാനോ സമ്മതിക്കാതെ ഈ ക്രിസ്ത്യൻ പാതിരിമാരടക്കമുള്ള ഈ വെള്ളി ഇട്ട് നടക്കുന്ന മീശയില്ലാത്ത താടിയില്ലാത്ത കുറെ എണ്ണമുണ്ടല്ലോ, അവരെ ചുറ്റിപ്പറ്റി വളഞ്ഞു നിൽക്കുന്നു. ആ സ്ത്രീ കണ്ണീരോടുകൂടി നിൽക്കുന്നു. മരിച്ചു കിടക്കുന്ന തന്റെ മാതാവ്, 10 മാസം തന്നെ ചുമന്ന് നൊന്ത് പ്രസവിച്ച ആ മാതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ വീട്ടമ്മയെ ഞാൻ കൃത്യമായിട്ടും കണ്ടതാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, എന്താണ് ആ സ്ത്രീക്ക്, അപ്പൊ അവർ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സമയത്താണ് അവിടെ അടുത്തുള്ള മറ്റൊരു പാതിരി പറഞ്ഞത്, ഇല്ല, ഞങ്ങളിലേക്ക് അങ്ങനെ മതം മാറി വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ കർമ്മം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ സഭയിൽ നിന്നോ ഈ മതം മാറ്റപ്പെട്ടതിന് ശേഷം അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ പള്ളിയിൽ നിന്നോ ഈ സഭയിൽ നിന്നോ ഉണ്ടെങ്കിൽ അതൊന്നും പിന്നീട് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടമ്മയ്ക്ക് യാതൊരു നിർവാഹവുമില്ലാതായി കണ്ണീരോടുകൂടി തൻ്റെ മാതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ മറ്റു മക്കൾ ചെയ്യുന്നത് നോക്കിയിരിക്കേണ്ടി വന്നു എന്നുള്ളത് നേർസാക്ഷ്യമായി എൻ്റെ അനുഭവമാണ്. അത് മറ്റെവിടെയുമല്ല, കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മണ്ണാർക്കാടിൽ നിന്ന് അട്ടപ്പാടി ചുരം കയറിയാൽ സെഹിയോൻ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ നടക്കുന്ന ധ്യാനം മാത്രമല്ല, ആ ധ്യാന കേന്ദ്രത്തിലൂടെ 100% മതം മാറ്റ കച്ചവടം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സഹിതം എനിക്കറിയാം. അതുകൊണ്ട് അതിലാരും ഇനി വെള്ളപൂശി ഇവിടെ വന്ന് കമന്റ് ഇടാൻ വലിയ കുഞ്ഞാടുകളൊന്നും മിനക്കെടേണ്ടതില്ല. നോക്കൂ, ഇവിടെയാണ് അലി അക്ബർ എന്ന് പറയുന്ന സംവിധായകൻ, അതല്ലെങ്കിൽ ഒട്ടേറെ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമസിംഹനായി മാറി ഹിന്ദു മതത്തിലേക്ക്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ലൂസി ആന്റി ആയിരുന്നു, ലൂസി എന്നായിരുന്നു അവരുടെ പേര്. എന്നാൽ ഇന്ന് സ്വധർമ്മത്തിലേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ പേര് ഗൗരി എന്നാണ്. അത്തരത്തിൽ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ഗൗരി എന്ന് വിളിക്കുന്ന ലൂസി ആന്റി അവർ ക്രിസ്ത്യനാണ്. രാമസിംഹൻ എന്ന് വിളിക്കുന്ന അലി അക്ബർ അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അവർക്കൊരിക്കലും അവരുടെ മുൻപത്തെ മതമായിട്ടുള്ള മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും അതിൽ നടക്കുന്ന അവരുടെ ആരുടെങ്കിലും ബന്ധുക്കളുടെ മരണകർമ്മത്തിലോ മറ്റെന്ത് കർമ്മത്തിലും പങ്കെടുത്തു കഴിഞ്ഞാലും ഒരു ഹിന്ദുവും ചെന്ന് ചോദിക്കില്ല, ഹേ രാമസിംഹ, നീ പഴയ അലി അക്ബറായി തിരിച്ചു പോയോടോ, ലൂസി നീ തിരിച്ചു പോയോ നിന്റെ ക്രിസ്ത്യൻ മതത്തിലേക്ക് എന്ന് ഒരു
ഹിന്ദുവും ചോദിക്കില്ല. അത് തന്നെയാണ് ഹിന്ദു മതമാണെങ്കിൽ അങ്ങനെ, ഹിന്ദു സംസ്കാരമാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണമുണ്ട്. അതാണെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും എൻ്റെ സംസ്കാരം, എൻ്റെ രാജ്യത്തിന്റെ പൈതൃകം, എൻ്റെ മതം, അതിലൊരിക്കലും സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ക്രിസ്ത്യാനിയെയോ ഒരു മുസ്ലിമിനെയോ ഒരിക്കലും ദ്രോഹിക്കില്ല. അതിന് ഘടകവിരുദ്ധം തന്നെയാണ് ഇന്ന് നമ്മൾ കേട്ട ഈ അഖില അശോകനായിരുന്ന, എന്നാൽ ജിഹാദികൾ ലവ് ജിഹാദിൽ പെടുത്തിക്കൊണ്ടുപോയ ഹാദിയയുടെ അമ്മ പൊന്നമ്മ മരിച്ച സമയത്ത് ആ അമ്മയ്ക്ക് തൻ്റെ മകളെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ല. ഇനി മരണത്തിന് ശേഷവും ഈ മുസ്ലിം ഭീകരവാദി പോപ്പുലർ ഫ്രണ്ട് SDP സുഡാപ്പി മദ്രസ വാണം ആ കുട്ടിയെ വിട്ടില്ല. അതല്ലെങ്കിൽ മതം തലയിലേക്ക് കയറ്റിയ ആ കുട്ടിക്ക് തൻ്റെ മരിച്ചു കിടക്കുന്ന തൻ്റെ മാതാവിനെ കാണാനും ആഗ്രഹം വന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ കുട്ടിയെയൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ അശോകൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാനൊരു സഖാവായി പോയി, ഞാനൊരു RSS കാരനായിരുന്നെങ്കിൽ എനിക്ക് ഈ ദുർഗതി വരില്ലായിരുന്നു. എൻ്റെ മകളെ ഒരിക്കലും മുസ്ലിം ഭീകരവാദികൾ ഇത്തരത്തിൽ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോവില്ലായിരുന്നു. അന്യ സംസ്ഥാനത്ത് ആയുർവേദ ഡോക്ടറാവാൻ വേണ്ടി പഠിച്ച തൻ്റെ മകളുടെ കൂടെ കൂടിയ മുസ്ലിം പെൺകുട്ടികൾ, അതായത് ആ അഖിലയുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സഹപാഠികൾ, ആ കുട്ടികളാണ് തട്ടമിട്ട് പർദ്ദയ്ക്കുള്ളിൽ കയറ്റി അവസാനം ഈ മതവിഷം തലയിലേക്ക് അടിച്ചു കയറ്റി ഇന്നിപ്പോൾ ഒരുത്തൻ കെട്ടി ഒഴിവാക്കി അടുത്തവനും കെട്ടി ഇനി എപ്പോൾ ഒഴിവാക്കുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ രീതിയിലേക്ക് ആ കുട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയത് ഞാനൊരു RSS കാരനായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ഞാനൊരു സഖാവായതുകൊണ്ടാണ് എനിക്ക് ഈ ദുർഗതി വന്നത്. എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു സഖാക്കളും വന്നില്ല. എനിക്ക് വേണ്ടി മതേതരം സംസാരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരോ ഒരു സഖാക്കളോ മറ്റാരും വന്നില്ല. ഞാൻ അനുഭവിക്കുന്ന തീച്ചൂളയുടെ ചൂട് ഒരിക്കൽ നീയൊക്കെ അനുഭവിക്കും. ഒരമ്മയുടെ ഒരച്ഛന്റെ ശാപമാണ് എന്ന് ആ അച്ഛനും അമ്മയും ചാനലുകളിൽ വന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മ പൊട്ടിക്കരഞ്ഞ കരച്ചിലൊന്നും ഇന്നും മലയാളി മറന്നിട്ടില്ല. തൻ്റെ മകളെ ജിഹാദികൾ എട്ടുകാലി വലയിൽപ്പെടുത്തിക്കൊണ്ട് ഇരയെ തിന്നു തീർക്കുന്നത് പോലെ തന്നെ ആ മകളെ നശിപ്പിച്ച് കളഞ്ഞ ഈ ലവ് ജിഹാദി വർഗമുണ്ടല്ലോ, ആ വർഗത്തിനെതിരെ അമ്മ കരഞ്ഞു പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കേരള ജനത മറക്കുകയില്ല. മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുനിന്ന ഒരുത്തനുണ്ടായിരുന്നു. തലയിൽ ഷെഡ്ഡിയുടെ ഇലാസ്റ്റിക് ഇട്ട് നടന്നിരുന്ന അവന്റെ പേര് രാഹുൽ ഈശ്വരൻ എന്നായിരുന്നു. ഈ രാഹുൽ ഈശ്വരൻ ഹിന്ദു പേര്, ഭഗവാനെ നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ എന്ന ഭാഗം പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ മധ്യവർത്തിയായി മീഡിയേറ്ററായി കടന്നു വന്നുകൊണ്ട് ആ അച്ഛനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ജിഹാദികൾക്ക് വേണ്ടി കൂട്ടിക്കൊടുത്ത ആ വൃത്തികെട്ട ജന്തു ഉണ്ടല്ലോ, നരാധമനുണ്ടല്ലോ, നരഭോജി ഉണ്ടല്ലോ, കാലത്തിന്റെ കണക്ക് തീർക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. അയാൾ ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ മറ്റൊരു ബലാത്സംഗ കേസിൽ മറ്റൊരു ബലാത്സംഗ വീരന് വേണ്ടി വാദിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ നിലപാടെടുക്കുന്ന ദുഷ്ടൻ, ആ ദുഷ്ടൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആ അമ്മയുടെ പ്രാക്കിന്റെ, ആ അച്ഛന്റെ പ്രാക്കിന്റെ ഒരു ഫലം തന്നെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. എന്തായാലും ആ അമ്മ വിഷ്ണുപാദം പൂകിയിരിക്കുന്നു. ആ അമ്മയ്ക്ക് ഇനി വേദനിക്കേണ്ട അവസ്ഥയില്ല. ആ അമ്മയുടെ ആത്മാവ് ആ അമ്മയുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നു. ഇന്നും ആ മൃതദേഹത്തോട് പോലും തൻ്റെ മതവിഷം പ്രകടിപ്പിക്കുന്ന ആ മകളും ആ മകളെ രണ്ടാം കെട്ട് കെട്ടി ആ ജിഹാദിയും ഉണ്ടല്ലോ, എടോ നീയൊക്കെ ഒരിക്കൽ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ. സഖാക്കന്മാർ തൻ്റെ മക്കളെ വളർത്തുന്നത് ഹിന്ദു സംസ്കാരത്തിൽ നിന്നും ഇനി ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്നും അടർത്തി മാറ്റിയെടുത്തുകൊണ്ട് വലിയ നവോത്ഥാന നായികയാക്കി വളർത്തിയെടുക്കുമ്പോൾ ഇതുപോലെയുള്ള അശോകന്മാരും പൊന്നമ്മമാരും ഒട്ടേറെ സൃഷ്ടിക്കപ്പെടും. ആർത്തലച്ച് ചാനലുകളിൽ വന്ന് രോദിക്കുന്നത് മലയാളികൾ ഇനിയും കാണേണ്ടി വരും. എന്തായാലും പൊന്നമ്മ എന്ന് വിളിക്കുന്ന ആ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ, അശോകൻ എന്ന് വിളിക്കുന്ന ആ അച്ഛന് ശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.